ലോകത്തെ വീണ്ടും ട്രംപിൻ്റെ നിലപാടുകൾ മുൾമുനയിലാക്കുകയാണ്. ഇറാന്റെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പൂർണ്ണമായും ട്രംപ് തള്ളിയ പശ്ചാത്തലമൊരുങ്ങുന്നു. സൈനിക നടപടിക്ക് പോലും മടിക്കില്ല എന്നാണ് ഇപ്പോൾ ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. ടെഹ്റാനിൽ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ ട്രംപ് പൂർണ്ണമായും അസംതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് മാധ്യമപ്രവർത്തകരോട് ട്രംപ് വ്യക്തമാക്കുകയാണ്. കടുത്ത ഭിന്നത ഇറാന്റെ നേതൃത്വത്തിനുണ്ട്. അത് വലിയ തോതിൽ ഈ സമാധാന ശ്രമങ്ങൾക്ക് തടസ്സമാകുന്നുവെന്നും ട്രംപ് കുറ്റപ്പെടുത്തുകയാണ്. കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇറാനിലുണ്ട് എന്നും ട്രംപ് ചൂണ്ടിക്കാണിക്കുന്ന പശ്ചാത്തലമാണ്. ചിതറിക്കിടക്കുന്ന നേതൃത്വം എന്ന് ഇറാൻ നേതൃത്വത്തെ ട്രംപ് പരിഹസിക്കുകയാണ്. അതുമാത്രമല്ല, താൻ വേണമെങ്കിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാണ്, പക്ഷേ മനുഷ്യത്വപരമായ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനെ പൂർണ്ണമായും ആക്രമിച്ച് തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്. അങ്ങനെ പാകിസ്ഥാൻ ഇടപെട്ട് നടത്തുന്ന മധ്യസ്ഥ ശ്രമങ്ങളിൽ ഒരു പുരോഗതിയും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അജയ് സുധാബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രസ്താവന തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഉടൻ യുദ്ധം എന്നുള്ള രീതിയിലേക്കല്ല കാര്യങ്ങളെങ്കിൽ പോലും കാത്തിരുന്നു കാണാം എന്നുള്ള, അതും മനുഷ്യാവകാശം കൂടി കൂട്ടിച്ചേർത്താണ് ട്രംപിൻ്റെ മറുപടി. രഞ്ജിത്ത്, നിലവിൽ ട്രംപ് തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇറാൻ എത്രയും വേഗം ഒരു ഡീലിൽ എത്തിച്ചേരാനാണ് ആഗ്രഹിക്കുന്നത്. ഇതിനുവേണ്ടി അമേരിക്കയോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഇറാൻ ആദ്യഘട്ടത്തിൽ US മുന്നിൽ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നത്, യുദ്ധം അവസാനിപ്പിക്കാനും അതുപോലെ അടുത്ത ഘട്ട ചർച്ചകൾക്കും വേണ്ടി. എന്നാൽ US ഇതിൽ പെട്ടെന്നൊരു തീരുമാനം അറിയിച്ചിരുന്നില്ല. ട്രംപ് അവരുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഉദ്യോഗസ്ഥരുമായിട്ട് നിരന്തരം ചർച്ച നടത്തി. എന്നിട്ടൊരു കാലയളവ് ഏതാണ്ട് 4-5 ദിവസങ്ങൾക്ക് ശേഷമാണ് US ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു മറുപടി പറഞ്ഞത്. ട്രംപ് ഈ ഒരു കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയായിരുന്നു. ആദ്യം തന്നെ ഇതിൽ ട്രംപ് വിസമ്മതിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ US ഔദ്യോഗികമായി തന്നെ ഈ നിർദ്ദേശങ്ങൾ തള്ളിയതായിട്ട് ഇറാനെ ഏതാണ്ട് ഈ ആഴ്ചയോടെയാണ് അറിയിക്കുന്നത്. അതിന് പിന്നാലെ ഇറാൻ ഉടൻ തന്നെ തങ്ങളുടെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ കൂടി അമേരിക്കയ്ക്ക് സമർപ്പിച്ചു. ഇന്നലെയാണ് പാകിസ്ഥാൻ മുഖേന US തങ്ങളുടെ അടുത്ത ഘട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത്. എന്നാൽ ഇത്തവണ US ഇത് ഒറ്റയടിക്ക് തള്ളിക്കളയുകയായിരുന്നു. നേരത്തേതുപോലെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഒന്നുമില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ ട്രംപ് മാധ്യമങ്ങളോട് തന്റെ തീരുമാനം അറിയിക്കുകയായിരുന്നു. അതായത് ഇറാൻ തങ്ങളോട് ഒരു ഡീലിൽ എത്തിച്ചേരാൻ വേണ്ടി നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചർച്ചകൾ ഇതിനിടയിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനും അമേരിക്കയും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണല്ലോ. അതായത് ഇറാന്റെ പുതുക്കിയ നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ വഴി കൈമാറുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കലും ശാശ്വത സമാധാനവുമാണ് മുഖ്യ പരിഗണന എന്നാണ് ഇറാൻ മുന്നോട്ട് വെച്ച കാര്യം. ഒപ്പം യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം, കാരണം തങ്ങൾക്ക് അമേരിക്കയെ വിശ്വാസമില്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുകയും ഇനിയും തങ്ങളെ ആക്രമിക്കാതിരിക്കുകയും ചെയ്യുക എന്ന കരാറിലേക്ക് എത്തിയതിനു ശേഷം മാത്രം ചർച്ച എന്ന നിലയിലായിരുന്നല്ലോ ഇറാന്റെ നിർദ്ദേശങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാൻ ആദ്യം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതേ ഒരു വ്യവസ്ഥകളാണ്. കാരണം ഇനി ഭാവിയിലാണെങ്കിലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഉറപ്പ് പറയാനാകില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതേപോലെ സമാനമായിട്ടുള്ള രീതിയിൽ US ഇസ്രായേലും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ അത് ഒരു 10-15 ദിവസങ്ങൾക്ക് ശേഷം ഇത് പെട്ടെന്ന് തന്നെ ഒരു പരിസമാപ്തിയിലെത്തുകയായിരുന്നു. ഇപ്പോൾ US ഒരു കരാറിൽ ഏർപ്പെട്ടാലും ഭാവിയിൽ US ഇത്തരം ആക്രമണങ്ങൾ നടത്തുമോ എന്നുള്ള ഭയം തീർച്ചയായിട്ടും ഇറാനുണ്ട്. എന്നാൽ ഇത്തരം വ്യവസ്ഥകൾ ഏറെക്കുറെ US പിന്നെയും ഉറപ്പ് നൽകാൻ സാധിക്കും. പക്ഷേ ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള വിഷയവും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതുമാണ് നിലവിൽ US പ്രശ്നമുള്ളതെന്നാണ് സൂചന. ഇപ്പോൾ കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ ഇറാൻ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളിൽ US തീരുമാനമെടുക്കാൻ നല്ല സമയമെടുത്ത് ഇത് പെട്ടെന്ന് തന്നെ ഈ രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ പെട്ടെന്ന് തന്നെ തള്ളിക്കളഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യഘട്ട നിർദ്ദേശങ്ങളിൽ നിന്ന് വലിയ മാറ്റമില്ലാത്തതാണ് രണ്ടാം ഘട്ട നിർദ്ദേശങ്ങൾ എന്ന് തന്നെയാണ്. US കൃത്യമായിട്ടുള്ള ഒരു നയത്തിൽ ആദ്യം തന്നെ എത്തിച്ചേർന്നിരുന്നു ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ. അതായത് ഈ ആണവ വിഷയത്തിലാണെങ്കിലും അതുപോലെ ഹോർമുസ് വിഷയത്തിലാണെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്നതായിരുന്നു US നിലപാട്. പക്ഷേ ഇറാൻ തങ്ങളുടെ ഈ രണ്ട് ആവശ്യങ്ങൾ അത് നിരന്തരം മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കാത്തത് തന്നെയാണ് നിലവിൽ ഇത് തള്ളിക്കളയാനുള്ള കാരണം എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രംപ് തന്നെ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് താൻ എത്രയും വേഗം
ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പെട്ടെന്ന് ധൃതി പിടിച്ച് ഇറാനുമായി ഒരു കരാറിൽ എത്തിച്ചേരുകയാണെങ്കിൽ ഭാവിയിൽ ഒരു 2-3 വർഷങ്ങൾക്ക് ശേഷം ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കും. തങ്ങൾ പരിപൂർണമായിട്ടുള്ള ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തുന്നതെന്നും ട്രംപ് കൂട്ടിച്ചേർത്ത്. അതായത് ആണവ വിഷയങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരിക, ചില ഭേദഗതികൾ നിർദ്ദേശിക്കുന്നു. ചർച്ചകൾ തീരുമാനമാകും വരെ യുറേനിയം ശേഖരം സ്ഥലത്ത് നിന്ന് മാറ്റരുത്, ആക്രമണം നടന്ന ആണവ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരരുത് എന്നിവയൊക്കെയാണ് നിർദ്ദേശം. പക്ഷേ ഇത് സ്റ്റീവ് വിറ്റ്കോഫ് മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശം ഇറാൻ യാതൊരു തരത്തിലും അംഗീകരിച്ചില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയുടെ നിലപാട് നിർണായകമായി ട്രംപ് പൂർണ്ണമായും തള്ളുകയും ചെയ്തു. രഞ്ജിത്ത്, ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെ US തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരുന്നു. അവയിൽ ചിലതാണ് ഇത്തരത്തിൽ ഈ ആണവ പ്ലാന്റുകളിൽ US നടത്തിയിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെ ഉണ്ടായ ആ സ്ഥിതി അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ നിന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ ഉൾപ്പെടെ കൈമാറ്റം, അതുപോലെ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, ഇത്തരം കാര്യങ്ങളെല്ലാം US നിർദ്ദേശിച്ചിരുന്നു. ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് ട്രംപ് നേരത്തെ മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ഈ ഇറാനിൽ നിന്ന് യുറേനിയം അത് അമേരിക്ക തന്നെ എക്സ്ട്രാക്ട് ചെയ്യുമെന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് അമേരിക്ക പ്രത്യേകം വൈദഗ്ധ്യം നേടിയിട്ടുള്ള ശാസ്ത്രജ്ഞരെയാണെങ്കിലും പ്രത്യേക ഉദ്യോഗസ്ഥരെയാണെങ്കിലും നിയോഗിക്കും. പിന്നീട് ട്രംപ് പറഞ്ഞു റഷ്യയുടെ സഹായം വേണമെങ്കിലും ഇക്കാര്യത്തിൽ തങ്ങൾ തേടുമെന്ന് ട്രംപ് പറയുകയുണ്ടായി. അപ്പോൾ യുറേനിയം എങ്ങനെയാണോ അവിടെ ആക്രമണം നടത്തി ഇപ്പോൾ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വഴി ലഭിച്ചിട്ടുള്ള ആ ഇമേജ് അതേപോലെ തന്നെ അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് യുറേനിയത്തിൻ്റെ ഒരു അവശിഷ്ടവും ബാക്കി വയ്ക്കാതെ എല്ലാ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അവിടെ നിന്ന് കൊണ്ടുപോകാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. പക്ഷേ അമേരിക്കയ്ക്ക് ഇവിടെയുള്ള ഒരു ആശങ്ക, എങ്ങാനും ഇറാൻ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള തിരിമറികൾ നടത്തി ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയവും അവരുടെ ആണവ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഉപകരണ സംവിധാനങ്ങളും ഇറാൻ മറ്റെന്തെങ്കിലും പ്രദേശത്തേക്ക് മാറ്റിയാൽ അവിടെ US കുടുങ്ങിപ്പോകും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ US തങ്ങളുടേതായിട്ടുള്ള ചില ഉപാധികൾ കൂടി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും അത്തരത്തിലാണ് ഇപ്പോൾ സമാധാന ശ്രമങ്ങളുടെ ഒരു പുരോഗതി. അത് ഉണ്ടാകുന്നില്ല. ട്രംപ് പൂർണ്ണമായും തള്ളിക്കളയുന്നു. ഇറാന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും ട്രംപിന് സ്വീകാര്യമല്ല. ഒപ്പം ട്രംപ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും ഒരു തരത്തിലും ഇറാൻ അംഗീകരിച്ചതുമില്ല. അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു യുദ്ധഭീതി ഉയരുന്ന സാഹചര്യമാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇതിനിടയിൽ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.